വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് മൈ ബാംഗ്ലൂർ ഡേയ്സ്. അപ്പോൾ ഇന്നലെ ആക്ച്വലി നല്ല ഫൺ ഡേ ആയിരുന്നു. എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷവും, കുറേ കറങ്ങി, ഫുഡ് കഴിച്ചു, എക്സ്പ്ലോർ ചെയ്തു, ഷോപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് അവർ ഊബർ തപ്പിക്കൊണ്ടിരിക്കുക ഇന്നത്തേക്ക് പോകാനുള്ള. അപ്പോൾ ഇന്ന് ചർച്ച് സ്ട്രീറ്റിൽ പോകണം. അത്യാവശ്യം നമ്മൾ പാലസ്, പാർക്ക്, അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പറ്റുവാണെങ്കിൽ ലോക്കോ ബിയറാണ് ഇന്നത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറയാം. നമ്മൾ അവിടെ പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നടക്കുമെന്നറിയില്ല, നോക്കാം. ഈവനിങ്ങോട് കൂടി കോരമംഗലത്ത് എത്തിയാലേ നമുക്കതും കണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു കഫേയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരാമെന്ന് വിചാരിക്കണം. നോക്കാം. ജയനഗർ നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് കൊളാവൂന്ന് അറിയില്ല. എന്നാലും നോക്കാം. ജയനഗർ പോകണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണം. ഇത് തന്നെയാണ് പരിപാടി 2 ദിവസമായിട്ട്. പിന്നെ ലാൽബാഗ് അടുത്താന്ന് പറയുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ആക്ച്വലി നമ്മൾ ജയനഗറിലെത്തി ഗൈസ്. പക്ഷേ നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഞങ്ങൾ പെട്ട് നിൽക്കുക, കൊടയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ മഴ തോർന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോവാൻ. കന്നഡ ഓൾറെഡി അറിയാവുന്നതിൻ്റെ പേരിൽ നമ്മൾ കുറേ അധികം ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ മറിയുന്നേ ആ കട മുഴുവൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 10 പീസ് എന്തോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐറ്റംസ്. അങ്ങനെ ഈ ചേട്ടനാണ് പക്ഷെ ഒരു രീതിയിൽ നമ്മൾ പറയുന്ന പ്രൈസിൽ തരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഉടുപ്പി ബഹാർ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. പ്യുവർ വെജാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ബാംഗ്ലൂർ വാല ഗേൾസ് പറയുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാന്ന്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തെന്ന് കാണാം. ഓക്കെ, ഒരു സൗത്ത് ഇന്ത്യൻ മീല് പറയുന്നുണ്ട്. അതിലത്യാവശ്യം ബാക്കി ഇങ്ങനെ വിശന്ന് ഭണ്ടാരടങ്ങിയിരിക്കട്ടോ, ഓരോ നോക്കൊണ്ടിരിക്കട്ടോ. പിന്നെ നമുക്ക് കേർഡ് റൈസ് ഉണ്ട്. ഇതെന്താ? ദാൽ കിച്ചടി. ഓ, എൻ്റെ മെയിൻ ഐറ്റമാണ് എൻ്റെ മുകളിലുള്ളത്. ഒന്നും പറയാനില്ല. എനിക്ക് ആ 2 ഐറ്റം പറ്റില്ല. ഓക്കെ, ലഞ്ച് കഴിച്ചിട്ട്
അങ്ങനെ ഞങ്ങൾ ജയനഗറിലെ ഷോപ്പിംഗ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എവിടെ എത്തിയേ? ഓക്കെ, നമ്മൾ ലാൽബാഗിൽ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ കാണാൻ വരുന്നവർ ഇത് കാണാതെ പോകുന്നത് വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ ലാൽബാഗ് ഫുള്ള് നടന്ന് കാണാനുള്ള ഒരു ത്രാണിയില്ല, എനർജി ഒക്കെ ഫുൾ ഷോപ്പിങ്ങിന് പോയി. എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് ഈവനിങ് നമുക്ക് വേറെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോകണം. കൂടെയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വഴിയേ കാണാം. അത്യാവശ്യം കൊള്ളാം. പക്ഷെ നമ്മൾ വന്നത് വളരെ റോങ് ടൈമിലാണ്. നട്ടുച്ച നേരാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതിനുള്ളിലൂടെ പോകുമ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. നല്ല എന്താ പറയുക, തണുപ്പൊക്കെ ഉണ്ട്. ഇതിന് മുകളിൽ കൂടി മറ്റേ കടലാസ് പൂക്കളാണ് അല്ലേ? കടലാസ് ചെടികൾ പടർത്തിയിട്ടേക്കാണ്. അപ്പം അതിൻ്റേതായ ഈ പൂക്കൾ വീണിട്ടൊക്കെ അതിൻ്റേതായ ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും എന്താ ഇങ്ങനെ പഠിച്ച് കറങ്ങി അങ്ങനെയൊക്കെ നടന്നിട്ട് ഇപ്പം നമ്മൾ ശരിക്കും കുറച്ച് ദൂരെ ട്രാവൽ ചെയ്ത് ഇങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാൻ. ശരിക്കും അഭിയെ മീറ്റ് ചെയ്യുമ്പോൾ ബാംഗ്ലൂർ വരണം, എന്നാലേ പറ്റൂ. അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ എത്തുന്ന ഒരു അല്ലേ? കൊള്ളാം. ഇനി ഇങ്ങനെയൊക്കെ പോവാൻ പറ്റട്ടെ. ആദ്യം വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് എത്താൻ സ്ഥലങ്ങളിൽ ജോലി പോട്ടെ, ഓക്കെ, എന്നിട്ട് പോയി കാണാൻ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, നമുക്കിത് ചുറ്റി നടന്ന് കാണാം. എന്നിട്ട് ആക്ച്വലി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സായി ചേർക്കാതൊരു സ്ഥലം ഇല്ല. എക്സാമ്പിൾ നമ്മുടെ ഗായു പറയുന്നുണ്ട്. ഗായു ഇവിടെ ഓൾറെഡി വന്ന് കുടിച്ചിട്ടുള്ള ആളാണ്. ഇത് ഫേമസ് ഡ്രിങ്കാണ്, നീര എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആ ഭാഗ്യയുടെ എക്സ്പ്രഷൻ ഇന്ന് നോക്കട്ടെ. ഇതിങ്ങനെ കറങ്ങി വരും. അത് അതിലേക്ക് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ടാണ് ഈ ചേട്ടൻ നീര പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, തേങ്ങയുടെ പൊങ്ങിന്റെ ഫ്ലേവർ അല്ലേ? ഈ നീരയിൽ എന്തൊക്കെയാ മിക്സിങ് എന്താ? കോക്കനട്ട് ഫ്ലവർ, അതിന്റെ ഫ്ലേവറാണ്. അല്ല, അതല്ല, തേങ്ങയുടെ പൂവില്ലേ അതിന് ഉറപ്പിക്കും. പക്ഷെ റിഫ്രഷിംഗ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതെന്താ, നമ്മള് ജാമുൻ ഷോട്ട്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെയും കുടിക്കാം അല്ലേ? നോക്കാം. ബാക്കിക്ക് എല്ലാത്തിനും ഒരു എക്സ്പ്രഷൻ. എന്താ പറയുന്നത്? ഓക്കെ, ഓക്കെ, അങ്ങനെ കുടിച്ച ഉപ്പുമുളക് കിട്ടില്ല. അത് ചേർത്ത് കുടി. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ മാമ്പഴം ഫെസ്റ്റ് നടക്കുകയാണ് ലാൽബാഗിൽ. അപ്പം വെറൈറ്റീസ് ഓഫ് മാമ്പഴം, നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് മാമ്പഴം. പക്ഷെ അല്ലാതെ നമ്മൾ മേടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെ മാംഗോ ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹായ്, പല ഷേപ്പിലും കളറിലും ഒക്കെയുള്ള മാമ്പഴം. അതിന് ഇത് ശരിക്കും മറ്റേ ചക്ക പോലത്തെ മാങ്ങ അല്ലേ? മൽഗോവ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, മൽഗോവ മാമ്പഴം. ഇതായിരുന്നു ആ മൽഗോവ. ശരി, ദെൻ നെക്സ്റ്റ് ഇതിനിടയ്ക്ക് ആക്ച്വലി ഞാവൽ ഫേമസ് ആട്ടോ ഇവിടെ. ഇപ്പോൾ ഞാവൽ സീസൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഞാവൽ എല്ലായിടത്തും ഇപ്പോൾ കാണുന്നുണ്ട്. തോത്താപ്പൂരി ഉണ്ട്, തോത്താപ്പൂരി. കുറേ അധികം മാമ്പഴം നമുക്കറിയില്ല. അതാ സന്തൂര, അൽഫോൺസോ മാംഗോ. നമുക്ക് ആകെ അറിയുന്നതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് മാംഗോ ആണ് ബംഗനപ്പള്ളി. അത് നമ്മൾ എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് ബംഗനപ്പള്ളി കാണുമായിരിക്കും. നോക്കാം. റെഡി ടു ഈറ്റ്. ഇപ്പൊ തന്നെ തരൂ, തന്നു വിടുമോ നമുക്ക് കഴിക്കാനായിട്ട്? മാംഗോ ഏതാ? ഷുഗർ ബേബി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഷുഗർ ബേബി
ഓ ഗായ്സ്, ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ സ്വന്തം ബംഗനപ്പള്ളി. പക്ഷെ മേടിക്കുന്നില്ല കേട്ടോ. വാവ്, ഇതെന്താ ഷുഗർ ബേബി എന്ന് പറയുമ്പോൾ ഇത്ര ചെറുതാണോ? ഷുഗർ ബേബി ഉണ്ടോ? ഭയങ്കര പുളിപ്പാ. ഷുഗർ ബേബി ഭയങ്കര പുളിപ്പാണ് ഗൈസ്. ഒരു വെറൈറ്റി മാംഗോ ഉണ്ട് ഗൈസ്. ഓക്കെ, വയലറ്റ് കളർ മാംഗോ പൾപ്പ്. മാംഗോ ജാം ഉണ്ട് ഇവിടെ. ഈ ഫെസ്റ്റ് എന്ന് വരെയുള്ള മാംഗോ ബർഫി, മാംഗോ ഡബിൾ ഡെക്കർ, വെറൈറ്റി വെറൈറ്റി. Guys, mango softy, fresh mango and jackfruit juice available. നോടാ, രണ്ട് ഐസ്ക്രീം ഗേൾസ് നിപ്പുണ്ട്. മാംഗോ സോഫ്റ്റി അല്ലേ അത്? അതെ, മാംഗോ സോഫ്റ്റി ആയിട്ട്. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഓക്കെ ഗൈസ്, അത് വരുന്ന കാണാൻ നല്ല രസമുണ്ട് ആക്ച്വലി. എങ്ങനെയുണ്ട്? ഈ ഗായമാണ് കേട്ടോ നമുക്ക് കുറേ അധികം സ്പെഷ്യൽ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് നമുക്ക് ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗ്യ. പക്ഷെ അല്ല, ഗായത്രിയാണ്. പക്ഷെ ഭാഗ്യയുടെ നമുക്ക് കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടിക്കോളും. നമ്മൾ ആയുർവേദക്കാർ ഇങ്ങനെ പറയല്ലേ ഭാഗ്യ. ഇവിടെ എപ്പോഴും ബാർഗെയിനിങ്ങും എല്ലാം നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. വെറൈറ്റീസ് ഓഫ് പപ്പട്സ്. पापड़ की दुकान है इधर, पापड़ की दुकान। थैंक यू। पापड़ की दुकान इधर ही है। आपको देखो मजा आए तो ले ले, मजा आए तो नहीं ले। നോ, പപ്പടം വേണ്ട. ഇത് നമുക്ക് റെസ്റ്റിങ്ങിന്. ഈ മാങ്ങ കണ്ടാൽ നമുക്ക് കറക്റ്റ് തേങ്ങ പോലെ ഇല്ലേ? തന്നെയാണ് കേസ്. ഒരു 2-3 സൈഡ് ഫുൾ കറങ്ങിയപ്പോഴും നമുക്ക് മനസ്സിലായത് ഡിഫറെന്റ് മാങ്ങ ടൈപ്സ്. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ വുഡൻസ് ഒക്കെ നല്ല രീതിയിൽ കൊത്തുപണി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഒരു ഹാർഡ് റിസ്ക് പണി പോലെ ഉണ്ടല്ലേ. എന്തായാലും ഒരു മരത്തിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അവരതിനകത്ത് കൊത്തുപണികൾ ചെയ്യാണ്. ഗൈസ്, അവിടെ ആ ഒരു പാറയുടെ മുകളിലായിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി. കടലാസ് ചെടികൾ ഒരു സൈഡിലല്ലേ, അത് പൊഴിഞ്ഞ് തറയിൽ വീണ്. ആക്ച്വലി ഈ 2 ഷെയ്ഡ്സ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? വേറെ കളേഴ്സ് ഉണ്ടോ? നല്ല രസമുണ്ട്.
എങ്ങനെയുണ്ടായി? അമേസിങ്. ബാക്കി ചെയ്യാ. Rolling down the strip with the top peeled back. Sunshine beaming, yeah, the west where it's at. Palm trees swaying, cool breeze in the mix. Sidewalk bopping, got my sneakers doing tricks. Hey, we riding real smooth, so smooth. California grooves, west side, ooh yeah. BBQs fired up, bring your crew. Come through. Retro vibes, it's what we do. Check it out. Beats on the track, got us feeling real good. Talk to 'em. Talk box vibes, bring the heat to the hood. Cruising down the boulevard, cypress trees wave. West Coast flavor that'll carry you for days. Oh yeah. Oh, the ocean breeze, it calls my name. Seagulls and the sunset in this golden frame. That's right. Late night rhythm keeps it all so tame. So chill. West Coast dreams will never be the same. Hey, we riding real smooth. You know it. California grooves. Ooh, that's right. BBQs fired up. Bring your crew all day. Retro vibes. It's what we do. Bikes rolling, neon lights at the park. Shine on, rooftop chillin', blazing vibes in the dark. Sitting high, sipping on that cold soda, pop real slow. നമ്മളെ ചർച്ച് സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ വല്ലാണ്ടൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ആക്ച്വലി എല്ലാവരും ടയേർഡായി. രാത്രി സമയത്ത് മാത്രം പുറത്തിറങ്ങുന്ന കുട്ടിയാട്ടോ. നൈറ്റ് ഓൺലി നൈറ്റ് ഷിഫ്റ്റ് ഇന്ന് ഉണ്ടായിരുന്നു. അല്ല, അതിന് കയറിയില്ല. ലോഗിൻ ചെയ്യാണ്ട് വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ട്, ബ്ലോക്കിലാണ്, ട്രാഫിക്കിലാണ്. അപ്പോൾ ഞങ്ങൾ വല്ലാണ്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ആക്ച്വലി കുറച്ച് നടന്ന് കണ്ടു. ചർച്ച് സ്ട്രീറ്റിൽ ഡിന്നർ കഴിച്ചു. ദെൻ ഡേ 2 അപ്പോൾ ഞങ്ങൾ ഡേ 2ൻ്റെ വൈൻഡിങ് അപ്പ് സെക്ഷനിലാണ്. ഇനി ഞങ്ങൾ റൂം ഇട്ട് അങ്ങ് റൂമിലേക്ക് പോവാ. അപ്പോൾ ഡേ 3 കാണാം. ബൈ. കെയർ മാർക്കറ്റ്. ഇപ്പോൾ സമയം 11:50 കഴിഞ്ഞു. 55 ആവാറായിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 12 മണിയായിക്കഴിഞ്ഞാൽ, അതായത് ജൂൺ 15 ആയാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗ്യലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ വ്ളോഗൊക്കെ സ്ഥിരം കാണുന്ന ആൾക്ക് ഭാഗ്യലക്ഷ്മി അറിയുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ PG ചെയ്യുന്ന UG തൊട്ടേ എൻ്റെ കൂടെയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി, മീൻസ് 12 o'clock. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തു പോയി വന്ന് നല്ല ടയേർഡായി. അപ്പോൾ ഫ്രഷപ്പായി ഇനി ഉറങ്ങിക്കോ എന്ന പ്ലാനിലാണ്. പുള്ളിക്കാരിക്ക് അറിയാമായിരിക്കോ എന്നറിയില്ല. മേ ബി അറിയില്ല, അവൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാലും നമുക്ക് നോക്കാം. നമ്മളൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവളുള്ള റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവൾ പ്രൊജക്ടറിൽ സിനിമ കാണുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം നമ്മുടെ കേക്ക് റെഡിയാണ്. നമുക്കിനി ആളെ വിളിക്കാം. ഓക്കെ, Happy birthday to you, happy birthday to you, happy birthday dear Baggy, happy birthday to you. ക്ലാരിറ്റി പോയി. ഇനി ലൈറ്റ് ഇടുവോ എനിക്ക്? ഇല്ല, എൻ്റെ ഇതിൽ കിട്ടില്ല. May the good God bless you, may the good God bless you, may the good God bless you dear, happy birthday to you. എന്റെ കൈ ഒന്ന് പിടിക്കോ? ഞാൻ കൊടുക്കുന്നത് ഒന്ന് പിടിച്ചോണേ. ഞാൻ മതിയാണേ, ഇങ്ങോട്ടെ പോവാണേ. കിട്ടുമോ?
ഓക്കെ ഓക്കെ ആണോ ആണോ ഞാനേ അറിയോ ഞാൻ തേച്ചിട്ടില്ല ബാക്കി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടായിരുന്ന അങ്ങനെ നമ്മുടെ ഭാഗ്യയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. സന്തോഷം ബർത്ത്ഡേ ബാംഗ്ലൂർ അടിപൊളിയായിട്ടില്ലേ? അപ്പൊ എല്ലാവരും അങ്ങനെ നമ്മള് ബർത്ത്ഡേ ഇനിയൊന്നും പക്ഷെ നാളെ നമ്മൾ ഗൈസ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് ഓംലെറ്റ് കഴിക്കാൻ തോന്നി. അപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ പോകുന്നതേ ഉള്ളൂ, മടി പിടിച്ചിരിക്കുകയാണ് ഇന്ന്. പക്ഷേ ഓംലെറ്റ് കഴിക്കാൻ തോന്നി. അങ്ങനെ അപ്പം എനിക്ക് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇത് കഴിച്ച് കഴിഞ്ഞ് റെഡിയായി വേറെ കഴിക്കുന്നത് പുറത്ത് പോകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് അവർ ബാംഗ്ലൂർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു പോട്രി മേക്കിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെൻസൺ ടൗണിലാണ് കേട്ടോ ഇത്. നമുക്ക് നോക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് മീൻസ് അവിടെ ചെയ്ത് തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എത്ര പൈസ ആണെന്ന് Come here, my can see the sample. Select the sample. If you want to go the detailing will start from 300. If you want to have a look, check the samples. Moon piece. Hello. Moon piece. Relax. I can go inside. Uncle will take. ഞാൻ കൈ മാത്രം എടുത്തോട്ടാ, അതുമേ വെച്ചാ Hello. അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യിച്ച് വെച്ചേക്കുന്ന പോട്ട്സാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടും. ഇത് അമ്പി ഉണ്ടാക്കിയ പോട്ട്സാണ് ഗൈസ്. ഹാർട്ട് എൻ്റെ ഒരു ഹാർട്ട് അവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടത്തിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ലവ്. ഓക്കെ പോട്രി ഡൺ. ഫൈനലി ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പിലേക്കാണ്. ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് സ്വീറ്റ്സൊക്കെ മേടിച്ചു. രാവിലെ പോട്രിക്ക് പോയി, പോട്രി മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പോൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് ഈവനിങ് ബാക്ക് ടു ട്രിവാൻഡ്രം.